Morning, students. Hello. Good morning. Hello. Good morning, sir. Presentation visible ആണോ എല്ലാവർക്കും? Presentation എല്ലാവർക്കും visible ആണോ? ഹലോ. Presentation visible ആണോ അവിടെ? സാറിന്റെ വോയിസ് കുറച്ചുകൂടി ക്ലിയർ ആണ്. ക്ലിയർ അല്ല. വോയിസ് കുറയുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇനി പാരലൽ ഫോഴ്സസിന്റെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറയുന്ന റിസൾട്ടന്റ് ഫോഴ്സസിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ്, എന്താണ് ഇക്വിലിബ്രിയം ഫോഴ്സ് എന്നുള്ളത് അറിയാന്ന് വിചാരിക്കുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ്, ഇക്വിലിബ്രിയം ഫോഴ്സ്. ഈ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ്? നമുക്കിപ്പോ ഒരു കുറെ ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ആണ് അത് ഒരു സിംഗിൾ ഫോഴ്സ്. അതായത് ഇപ്പൊ കുറെ ഫോഴ്സസ് ഉണ്ട്, കുറെ ഫോഴ്സസ് താഴോട്ടും ഇതായിട്ടും മുകളിലോട്ടും ഒക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം കൂടി ഒരു നെറ്റ് റിസൾട്ടന്റ് ആയിട്ട് ഒരു സിംഗിൾ ഫോഴ്സ് വരുന്നതാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കുറെ ഫോഴ്സസ് F1, F2, F3 എന്ന് പറയുന്ന കുറെ ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് വരുന്നതാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ നെറ്റ് എഫക്ട് ഇവര് മൂന്നുപേരും കൂടി ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഫക്ട് ഒരു സിംഗിൾ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസൾട്ടന്റ് ഫോഴ്സിന്റെ അതേ മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇപ്പൊ ഈ ഒരു ഫോഴ്സസ് എന്ന് പറയുന്നത് എല്ലാം ആക്ട് ചെയ്യുന്നത് കാരണം ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലല്ല. അപ്പൊ ഈ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിസൾട്ടന്റിന്റെ അതേ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് equilibrium force, where the magnitude of equilibrium force is equal to the resultant force, but it acts in the opposite direction. അതാണ് ഒരു equilibrium force എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ equilibrium force ഉണ്ട് എന്നുണ്ടെങ്കിൽ we can say that the system is in equilibrium. കാരണം എന്താണ്? Sum of all the horizontal force will be equal to 0 and sum of all the vertical force will be equal to 0. കാരണം നമ്മള് ഇതാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് റിസൾട്ടന്റ്, എന്താണ് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു സിസ്റ്റത്തിൽ കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ഫോഴ്സസിന്റെ അതേ എഫക്ട് ഒരു സിംഗിൾ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ സിംഗിൾ ഫോഴ്സ് കൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് F1, F2, F3 എന്ന് പറയുന്ന മൂന്ന് ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ മൂന്നെണ്ണത്തിന്റെ അതേ എഫക്ട് ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിസൾട്ടന്റ് അതേ മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് എന്ത്? ഇക്വിലിബ്രിയം ഫോഴ്സ്, ദാറ്റ് ഈസ് E. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് E വിൽ ബി ഈക്വൽ ടു R. കാരണം എന്താണ്? ഈ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിന്റെ എല്ലാം കൂടി റിസൾട്ടിന്റെ അതേ ഫോഴ്സ് നമ്മൾ ഓപ്പോസിറ്റ് ആറ് നമ്മൾ ഇതിനൊക്കെ നല്ലത് ഈ ഡയറക്ഷനിൽ 6 കൊടുത്താൽ മാത്രമല്ലേ നടക്കുള്ളൂ. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ദ ഇക്വിലിബ്രിയം ഫോഴ്സ്. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം ഫോഴ്സ്. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്, അറിയാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഈ തന്നിരിക്കുന്ന ഈ കേസിന് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ടു പാരലൽ ഫോഴ്സസ് ഓഫ് 50 ന്യൂട്ടൺ ആൻഡ് 100 ന്യൂട്ടൺ. രണ്ട് പാരലൽ ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, 50 ന്യൂട്ടനും 100 ന്യൂട്ടനും ആക്ട് അറ്റ് ദി എൻഡ്സ് ഓഫ് എ റോഡ് 360 mm. അതായത് ഒരു റോഡിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ റോഡ്, ഈ റോഡ്, അതായത് ഒരു മെറ്റൽ റോഡ്. ഓക്കെ, ആ മെറ്റൽ റോഡിൽ 50 ന്യൂട്ടനും 100 ന്യൂട്ടനും ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? രണ്ട് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യും, ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യും. രണ്ട് താഴേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ,
The length of the road is also given 360 mm. ലാണ് തന്നിരിക്കുന്നത്. Find the magnitude of the resultant force and the point where it acts. നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഈ 50 ന്യൂട്ടനും 100 ന്യൂട്ടനും കൂടി ചേർന്നിട്ട് ഒരു ആ ഉണ്ടാക്കുന്ന അതേ എഫക്റ്റ് തന്നെ ഒരു സിംഗിൾ ഫോഴ്സ് ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. എ ബി എന്ന് പറയുന്ന റോഡ് ഇവിടെ വരയ്ക്കുന്നു. അത് ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് 50ഉം 100ഉം ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന അതേ എഫക്റ്റ് ഒരു സിംഗിൾ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആർ. We need to find out the magnitude of R and the point where this magnitude is acting. X distance അകലെയാണ്. Okay, suppose ഈ X കണ്ടുപിടിക്കണം, വാല്യൂ ഓഫ് X കണ്ടുപിടിക്കണം, വാല്യൂ ഓഫ് R കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ പർപ്പസ്. The system is not in equilibrium. ഇവിടെ നമ്മൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണോ? അല്ല. ബിക്കോസ് ദി നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് R is acting. എപ്പോഴാണ് ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആണെന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് എപ്പോഴാണ് പറയുന്നത്? അതായത് സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഈ കേസിൽ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആണ്, പക്ഷേ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ആർ. എന്തായിരിക്കും ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ? വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്തായിരിക്കും? റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്താണ്? ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടോ ബോഡിയിൽ? Is there any horizontal force acting on the body? No, there is no horizontal forces acting on the body. Only vertical forces are acting on the body. അപ്പോൾ vertical force ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സം ആണ് നമ്മൾ എന്ത്? റിസൾട്ടന്റ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ്? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 50 പ്ലസ് 100. That is equal to 150 Newton. അല്ലേ? Resultant will be equal to 150 Newton. Doubt ഉണ്ടോ അതിനകത്ത്? Resultant will be equal to 150 Newton. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക് ആയിരിക്കും, താഴേക്ക് ആയിരിക്കും? വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ്? ഡയറക്ഷൻ താഴത്തേക്കായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? 50 Newton is acting downwards, 100 Newton is acting downwards. So the net resultant force resultant R is also direction of that is resultant is also downwards. കാരണം രണ്ട് ഫോഴ്സും താഴേക്ക് തന്നെ ആക്ട് ചെയ്യുന്നത്, അപ്പോൾ റിസൾട്ടന്റും താഴേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ വരച്ച് കാണിച്ചിരിക്കുന്നത് റിസൾട്ടന്റ്. അപ്പോൾ നമ്മളിതിന് ഈ സിസ്റ്റം ഇപ്പം ഇക്വിലിബ്രിയത്തിലല്ല. എ ബി എന്ന് പറയുന്ന റോഡ് ഇക്വിലിബ്രിയത്തിലല്ല. എ ബി എന്ന് പറയുന്ന റോഡിൽ ഈ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കാരണം അതെന്താണ്? ഇക്വിലിബ്രിയത്തിലല്ല. റെസ്റ്റിലാണോ? അത് റെസ്റ്റിലായിരിക്കില്ല. കാരണം റോഡ് മൂവിങ് ആയിരിക്കും. നമുക്ക് സപ്പോർട്ടൊന്നും കാണിച്ചിട്ടില്ല. സപ്പോർട്ട് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അത് റെസ്റ്റിലായാണ്. പക്ഷെ ഇവിടെ സപ്പോർട്ടൊന്നും കാണിച്ചില്ല. അപ്പോൾ റോഡ് റെസ്റ്റിലല്ല. അപ്പോൾ നമ്മൾ ഇതിനെ റെസ്റ്റിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇക്വിലിബ്രിയം ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഈ ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. ഈ സിസ്റ്റത്തിനെ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇക്വിലിബ്രിയം ഫോഴ്സ് എങ്ങനെയായിരിക്കും കൊടുക്കേണ്ടത്? ഈ ആറിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഈ ഒരു പോയിന്റിൽ തന്നെ മുകളിലേക്ക് ഒരു ഇക്വിലിബ്രിയം ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലേ? അതെങ്ങനെയായിരിക്കും വരിക? ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പുള്ളിങ് ഫോഴ്സ് ഇ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ആർ. ആറിന്റെ അതേ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമല്ലേ ഇത് ഇക്വിലിബ്രിയത്തിലാകത്തുള്ളൂ, അതേ പോയിന്റിൽ. ഓക്കെ, അപ്പൊ ഇത് ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ ഇക്വിലിബ്രിയത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞില്ല. ഇക്വിലിബ്രിയത്തിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആ കേസ് വരും. ഇപ്പൊ ആ കേസ് വരുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ്. 150 Newton is the resultant force, magnitude of resultant force, and we have the direction of the resultant force, that is downwards. Now we need to find out at which point this particular resultant force is acting. കാരണം 50 Newton A എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നു, 100 Newton B എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. We need to find out where this particular resultant is acting. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? How we can find out the value of x? We need to find out value of x. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂടെ? എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? എനി ഐഡിയ? ഹലോ, എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
ആർ മൈനസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ടേക്ക് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സി. ഓക്കെ, മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് സി. സി എന്ന് പറയുന്ന പോയിന്റ്, അതായത് നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിലാണ് റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ദ പോയിന്റ് എ. എക്സ് ഡിസ്റ്റൻസ് അകലെ സി എന്ന് പറയുന്ന പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അതായത് നമുക്ക് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് പോയിന്റ് വേർ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് ആക്ടിങ്. കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റ് വേർ the resultant force is acting. കണ്ടുപിടിക്കാൻ പോകുന്നത് അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേക്കിംഗ് ദ moment about point സി. സി എന്ന് പറയുന്ന പോയിന്റിൽ മൊമെന്റ് എടുക്കുന്നു. അപ്പൊ മൊമെന്റ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഈ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊമെന്റ് എടുക്കുന്നത്. ദിസ് പെർട്ടിക്കുലർ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പൊ ഈ ഒരു ഫിഗറിനകത്ത് മൊമെന്റ് എടുത്തത് ഫോഴ്സ് 50 ന്യൂട്ടൺ ഇൻറ്റു ദിസ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. മൊമെന്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു എക്സ്. 50 into x is equal to രണ്ട് ഫോഴ്സസ് മാത്രമേ ഉള്ളൂ അല്ലേ? 50 into x is equal to 100 into 360 minus x. ഇതെങ്ങനെ വന്നു? എങ്ങനെയാണ് ഇത് വരുന്നത്? 100 ഈ ഒരു ഫോഴ്സ് ഇൻറ്റു ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 360 ആണ്. നമ്മൾ വി നീഡ് ടു ടേക്ക് ദിസ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 360. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 360 മൈനസ് എക്സ്. 360 മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ സി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടി. അതുകൊണ്ട് പറഞ്ഞുതരാം, മൊമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട്, നമ്മൾ മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ മൊമെന്റ് അബൌട്ട് സി, വി ആർ ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് പോയിന്റ് സി. മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, നമ്മൾ ഇതിനെക്കാളും എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എല്ലാം പോസിറ്റീവ് എടുക്കുക, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നെഗറ്റീവ് എടുക്കുക. ഇപ്പൊ നമ്മൾ 100 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് സി വെച്ച് നോക്കുമ്പോൾ 100 ന്യൂട്ടൺ ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മള് പോയിന്റ് സി, ദിസ് ഈസ് പോയിന്റ് ബി. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതിനകത്ത് ഫോഴ്സ് 100 ന്യൂട്ടൺ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തമ്പ് ഫിക്സ് ചെയ്യുക. ഫിക്സ് അവർ തമ്പ് ഓവർ ഹിയർ. നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ് തമ്പ് ഫിക്സ് ചെയ്യുക, ഡി എന്ന് പറയുന്ന പോയിന്റിൽ 4 ഫിംഗർ ഫിക്സ് ചെയ്യുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഫോഴ്സ് താഴേക്കാണ് പോകുന്നത്. നമ്മൾ തമ്പ് സി പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ട് 4 ഫിംഗർ 100 ന്യൂട്ടൺ പോകുന്ന ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ദാറ്റ് പെർട്ടിക്കുലർ റൊട്ടേഷൻ ഇസ് ഇൻ വിച്ച് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഈ ബി എന്ന് പറയുന്ന ഈ ബിയിലുള്ള ഫോഴ്സ് ഈ ബോഡിയെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ളത് പോസിറ്റീവ് എടുക്കുക. ഇനി നമ്മൾ അടുത്ത ഫോഴ്സ് സി എ 50 ന്യൂട്ടൺ. ഈ തമ്പ് ഇവിടെ ഫിക്സ് ചെയ്യുക, സി എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്യുക. എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ 4 ഫിംഗർ വെച്ച് ചൂണ്ടുവരിൽ നമ്മൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം 50 ന്യൂട്ടൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫിംഗേഴ്സ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് അറിയില്ല. ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ക്ലോക്കിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 50 ന്യൂട്ടൺ പോയിന്റ് സി എ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. നോക്കിയാൽ മതി, വരച്ച് നോക്കിയാൽ മതി. പോയിന്റ് സി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് സി. അതിനാണ് ഞാൻ പറഞ്ഞത് തമ്പ് നിങ്ങൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്യുക. 4 ഫിംഗർ നിങ്ങൾ എ എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? 50 ന്യൂട്ടൺ ഡയറക്ഷനിൽ 4 ഫിംഗർ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സിമിലർലി തമ്പ് സിയിൽ ഫിക്സ് ചെയ്തിട്ട് ബിയിൽ 4 ഫിംഗർ ഫിക്സ് ചെയ്തിട്ട് 100 ന്യൂട്ടൺ ഡയറക്ഷൻ നമ്മൾ മൂവ് ചെയ്യും. 4 ഫിംഗർ മൂവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് മൂവിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം? ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള പോസിറ്റീവ് എടുക്കുക, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നെഗറ്റീവ് എടുക്കുക, ആൻഡ് ഇക്വേറ്റ് ടു 0. മൊമെന്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ എന്താ കിട്ടുന്നത്? അതായത് 100 ന്യൂട്ടൺ ഇൻറ്റു 100 ഇൻറ്റു 360 മൈനസ് എക്സ്
ഓക്കെ 100 into 360 minus x. കാരണം എന്തുകൊണ്ടാണ് 100 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 360 മൈനസ് എക്സ് ഫ്രം സി ആണ്. അപ്പൊ 100 into 360 മൈനസ് എക്സ് അത് പോസിറ്റീവ് എടുത്തു. നെഗറ്റീവ് ഏതാണ് 50 ഇൻറ്റു ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് 50 ന്യൂട്ടൺ നമ്മൾ എന്ത് നെഗറ്റീവ് എടുത്തു. 50 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ എത്ര വരും? What will be the value of x? Find out the value of x. Solve and find out the value of x. That will be the distance. Solve ചെയ്തേ എത്ര വന്നു നോക്കിയേ. What is the value of x? കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുന്നത് എത്ര വന്നൂടെ എക്സ് ചെയ്ത് നോക്കുന്നുണ്ടോ? ഹലോ, ചെയ്ത് നോക്കിയോ? പൂജ പ്രോബ്ലം ചെയ്ത് നോക്കിയോ? പൂജ സമയമുണ്ടോ? പൂജ ഹലോ, ബാലു നിവേദ് പാസി പ്രോബ്ലം ചെയ്ത് നോക്കിയോ? ബാലു പ്രോബ്ലം ചെയ്ത് നോക്കിയോ? അമീർ സാർ എക്സ് 240 അല്ലേ? എക്സ് 240 ആർക്കാണ് കിട്ടിയത്? ആദർശ്. ഓക്കെ, എക്സിന്റെ വാല്യൂ 240 തന്നെയാണ്. ആദർശിന്റെ മെത്തേഡ് മനസ്സിലായോ? മനസ്സിലായി. അമീർ ഷാഹുൽ ഉണ്ടോ? ഇത് സാർ ചെയ്തുകൊണ്ടിരിക്കുക. അജ്മൽ പ്രോബ്ലം ചെയ്തോ? ചെയ്തുകൊണ്ടിരിക്കുക സാർ. മനസ്സിലായോ? സിയോന് മനസ്സിലായോ പ്രോബ്ലം? പൂജ ഉണ്ടോ? പൂജ വന്നിട്ടുണ്ടോ? പൂജ ഇന്ന് പ്രസന്റ് ആണോ? പൂജ ഓൺലൈനില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് ബിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. ബിയിൽ നിന്ന് എന്ത് ഈ 100 - -x അല്ലല്ല, അങ്ങനെയല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ പോയിന്റ് സിയിൽ നിന്നുള്ള മൊമെന്റ് ആണ് എടുക്കുന്നത്. മൊമെന്റ് അബൌട്ട് പോയിന്റ് സി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ മൊമെന്റ് അബൌട്ട് പോയിന്റ് സി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോഴ്സ് 100 ന്യൂട്ടൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് എപ്പോഴും മൊമെന്റ്. മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ്. മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് നമ്മൾ മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? അത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബുക്ക് വെച്ചിട്ടാണ് ഞാൻ, കാരണം ഓൾറെഡി നമ്മൾ മൊമെന്റ് ഡിസ്കസ് ചെയ്തതാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ മൊമെന്റ് അബൌട്ട് സി ആണ് നമ്മൾ എടുക്കുന്നത്. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് പോയിന്റ് സി. അപ്പോൾ മൊമെന്റ് അബൌട്ട് സി എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്തൊക്കെ എടുക്കും? ഈ ആർ എന്ന് പറയുന്ന ഫോഴ്സ് എടുക്കില്ല. കാരണം എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന ഫോഴ്സ് ഈസ് ആക്ടിങ് അറ്റ് ദ പോയിന്റ് സി. ഓക്കെ, ആർ എന്ന് പറയുന്ന ഫോഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ മൊമെന്റ് അബൌട്ട് സി എടുക്കുമ്പോൾ ആർ എന്ന് പറയുന്ന ഫോഴ്സ് എടുക്കുന്നത് കാരണം ആർ എന്ന് പറയുന്ന ഫോഴ്സ് ഈസ് ആക്ടിങ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് സി. അപ്പൊ നമുക്ക് എന്ത് ബാക്കി ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? 100 ന്യൂട്ടൺ ഉണ്ട്, 50 ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ നെറ്റ് എഫക്റ്റ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ആറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 100 ന്യൂട്ടനും 50 ന്യൂട്ടനും മാത്രമേ ഉള്ളൂ. അപ്പൊ മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുമ്പോൾ സി ഇൻറ്റു സി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 100 ന്യൂട്ടൺ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സി ബി ആണ്. അതായത് 50 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ സി ആണ്. ഓക്കെ, അപ്പോൾ മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു സി ബി, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ട് അത് പോസിറ്റീവ് എടുത്തു. ആൻഡ് 50 ഇൻറ്റു എ സി, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് അത് നെഗറ്റീവ് എടുത്തു. ക്ലിയർ ആണ്? ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതാം. നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എനിക്ക് നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട് എന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പേര് വിളിച്ച് ചോദിക്കുന്നത്.
ഞാൻ ഇവിടെ ഒന്നുകൂടി ഇടാം. അത് മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുമ്പോൾ ആ പോയിന്റാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ എടുക്കുമ്പോൾ നമുക്ക് മൊത്തമുള്ള ഫോഴ്സ് എല്ലാ ഫോഴ്സും എടുക്കേണ്ടി വരും. ആദ്യം നമ്മൾ 100 ന്യൂട്ടൺ എടുത്തു. 100 ന്യൂട്ടൺ സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 100 ന്യൂട്ടൺ ഇൻറ്റു ബി സി ആണ്. 100 ഇൻറ്റു ബി സി ആണ് എന്ത് ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഫോഴ്സ് 100 ന്യൂട്ടൺ സിയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് എടുത്തു. അതാണ് ഞാൻ ആ തമ്പും 4 ഫിംഗറും പറഞ്ഞത്. നെക്സ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളതാണ്. അതായത് 50 ന്യൂട്ടൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നെഗറ്റീവ് എടുക്കണം. -50 ഇൻറ്റു മൊമെന്റ് ആണ് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നത്, ഫോഴ്സ് അല്ല. മൊമെന്റ് ഈസ് ആക്ടിങ് ആന്റി ക്ലോക്ക് വൈസ്. നമ്മളിപ്പോൾ അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ വിത്ത് റെസ്പെക്ട് ടു സി വെദർ ദ ഫോഴ്സ് ഈസ് ക്രിയേറ്റിംഗ് എ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ് എഫക്ട്. അതാണ് നമ്മൾ മൊമെന്റിൽ നോക്കുന്നത്. അല്ലാതെ അപ്വേർഡ് ഡൗൺവേർഡ് കേസ് അല്ല മൊമെന്റിൽ നോക്കുന്നത്. ഫോഴ്സ് എടുക്കുന്നത് മാത്രം നമ്മൾ അപ്വേർഡ് ഡൗൺവേർഡ് നോക്കിയാൽ മതി. അപ്പൊ മൊമെന്റ് 50 ഇൻറ്റു എന്താണ് എക്സ്, അതായത് എ സി 50 ഇൻറ്റു എ സി ദിസ് ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ മൊമെന്റ് 0 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ദാറ്റ് ഈസ് 100 ഇൻറ്റു ബി സി. 100 ഇൻറ്റു ബി സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത് എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി 360 മൈനസ് എക്സ്. കാരണം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് നമ്മൾ എക്സിന്റെ ടേമിൽ കൊണ്ടുവന്നത് എല്ലാവരും. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഇത് MM ലാണ് 360 കേട്ടോ. നിങ്ങൾ മീറ്ററിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് MM ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എക്സ് എന്ന് പറയുന്നത് MM കിട്ടും. ഓക്കെ, എപ്പോഴും SI യൂണിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. -50 ഇൻറ്റു എ സി. എ സിക്ക് പകരം നമ്മൾ എന്തെന്ന് കൊടുത്തു, എക്സ് ആണ്. ഇത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എടുത്ത് ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുത്ത് ക്ലോക്ക് വൈസ് നെഗറ്റീവ് അങ്ങനെ നമുക്ക് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേറ്റിംഗ് ടു 0 ആണ്. ഈ ഒരു കേസിൽ അങ്ങനെ പ്രോബ്ലം ഇല്ല. ഇനി അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ. ഇതിൽ നമുക്ക് എക്സ് കിട്ടി. ലൊക്കേഷൻ ഓഫ് എക്സ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വി വിൽ ഗെറ്റ് ദ ലൊക്കേഷൻ ഓഫ് ലാസ്റ്റ് നമുക്ക് മെൻഷൻ ചെയ്യാം. ലൊക്കേഷൻ ഓഫ് സാർ, അത് പൂജയുടെ വീട്ടില് കറണ്ട് പോയി, അതുകൊണ്ട് അവൾക്ക് കേറാൻ പറ്റില്ല. ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു. ഓൺലൈൻ കാണിക്കുന്നുണ്ടല്ലോ പൂജ. ഇല്ല, അവള് ലാപ്പിൽ നിന്ന് കേറിക്കൊണ്ടിരുന്നേ. ഇപ്പൊ കറണ്ട് പോയി, കേറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ റെക്കോർഡ് ക്ലാസ് നിങ്ങളെ ഗ്രൂപ്പിൽ ഇടാം. ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഗ്രൂപ്പിൽ ഇടാം. മിസ്സാവുന്നവർക്ക് അത് വീണ്ടും കേട്ട് നോക്കാം. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുന്നത് പോലെ ആയിരിക്കും കേൾക്കുന്നത്. നമ്മൾ ഇപ്പൊ എങ്ങനെ എടുക്കുന്നു അതിനനുസരിച്ച്. അപ്പൊ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാമല്ലോ. വ്യക്തമാണോ ഈ പ്രോബ്ലം? നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോണേ? എക്സിന്റെ വാല്യൂ എത്ര കിട്ടി നിങ്ങൾക്ക്? വാല്യൂ ഓഫ് എക്സ് 240 mm ആണ്. നിങ്ങൾ MM ആണ് എടുത്തിരിക്കുന്നത്. 360 mm അതേ കണക്കാൻ എടുത്തതുകൊണ്ട് ഫൈനൽ ആൻസർ 240 mm ആയിരിക്കും കിട്ടുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കിട്ടി. മാഗ്നിറ്റ്യൂഡ് എത്രയായിരുന്നു കിട്ടിയത്? 150. റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 150 ന്യൂട്ടൺ. ഇതിന് ആംഗിൾ ഉണ്ടോ? റിസൾട്ടന്റ് ആംഗിൾ ഉണ്ടോ? റിസൾട്ടന്റ് ആംഗിൾ ഇല്ല. കാരണം റിസൾട്ടന്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി 90 ഡിഗ്രി തന്നെയാണ് വരുന്നത്. വിത്ത് സർഫസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത്. കാരണം എല്ലാം വെർട്ടിക്കൽ ഫോഴ്സസ് ആണ്. ഇൻലൈൻ ഫോഴ്സസ് ഒന്നും ഇല്ല ഇവിടെ. റിസൾട്ടന്റ് ഇതേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എല്ലാവർക്കും പ്രിൻസിപ്പിൾ ആണോ അത് ഈ ക്വസ്റ്റ്യൻ? ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും പ്രിൻസിപ്പിൾ ആണോ? കാണാം. But to unlike parallel forces of magnitude 400 Newton and 100 Newton
are acting in such a way that their lines of action are 150 mm apart. Determine the magnitude of the resultant force and the point at which it acts. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഈ യഥാർത്ഥ ക്വസ്റ്റ്യൻ ഫിഗറിനകത്ത് ആറ് തന്നിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഈ 400 ന്യൂട്ടൺ 100 ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്. We need to find out the resultant and the location of the resultant. നമ്മൾ സാധാരണ ചെയ്യുന്നതൊക്കെ ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, സിഗ്മ എഫ് എക്സ് എടുക്കുക ആദ്യം. സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എടുക്കുക. സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് 0 ആണ്, കാരണം ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇല്ല, ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പൊ പറഞ്ഞേക്കുന്നത് ടു അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സസ് ആണ്, അൺലൈക്ക് ആണ്. സിമിലർ ആണോ, ഈക്വൽ ആണോ? അല്ല, അൺലൈക്ക് ആണ്. അൺലൈക്ക് മീൻസ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് 400 ന്യൂട്ടൺ ആൻഡ് 100 ന്യൂട്ടൺ. ഒരെണ്ണം 400 ന്യൂട്ടൺ താഴേക്ക്, ഒരെണ്ണം 100 ന്യൂട്ടൺ മുകളിലേക്കാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് their lines of actions are 150 mm apart. അതായത് 400 ന്യൂട്ടനും 100 ന്യൂട്ടനും തമ്മിൽ 150 mm ഡിസ്റ്റൻസ് ഉണ്ട്. ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള എഫക്ട് ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇതിൽ നമ്മളൊരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മൾ സിംഗിൾ ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് റിസൾട്ടന്റ് ഫോഴ്സ്. അതായത് ഇത് തരുന്ന അതേ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് കൊടുക്കണം. അത് എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. at x distance. This point C, resultant is acting in point C. Suppose resultant is acting in point C. നമുക്ക് അറിയില്ല ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്. And the magnitude of resultant അറിയില്ല. How we can find out the magnitude of resultant? We know the equation sigma. നമ്മൾ magnitude of resultant equation നമുക്ക് എന്താണ്? R is equal to root of sigma fx square plus sigma fi square. ഈ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിനകത്ത് പ്രോബ്ലത്തിനകത്ത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്മ എഫ് എക്സ് 0 ആണെന്നുള്ള അറിയാം. സിഗ്മ എഫ് ഐ ഇവിടെ എന്താ വരുന്നത്, അവിടെ സിഗ്മ എഫ് ഐ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 100 ന്യൂട്ടൺ മുകളിലേക്ക് വരുന്നുണ്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ്. 400 ന്യൂട്ടൺ താഴേക്ക് വരുന്നുണ്ട്, നെഗറ്റീവ്. അപ്പോൾ നെറ്റ് എഫക്ട് എന്താണ്? 300 ന്യൂട്ടൺ, ദാറ്റ് ഈസ് നെഗറ്റീവ്. എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു? കാരണം എഫ് ഐ അപ്പൊ എന്തായിരിക്കും, താഴേക്കാണ്. കാരണം ഇതല്ലേ കൂടുതൽ. നമ്മൾ സിഗ്മ എഫ് ഐ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് 0 ആണ്, കാരണം ഹൊറിസോണ്ടൽ ഫോഴ്സസ് വല്ലതും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതല്ലേ. ഒന്നുകിൽ ടുവേർഡ്സ് റൈറ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഇൻക്ലൈൻ ഫോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കേസ് പ്രോബ്ലത്തിനാണ്. അപ്പോൾ ഇവിടെ ഏത് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അത് ഒരെണ്ണം മുകളിലേക്ക്, ഒരെണ്ണം താഴേക്ക്. മുകളിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് എടുത്തു, താഴേക്കുള്ളത് നെഗറ്റീവ് എടുത്തു, ഫോഴ്സ് എടുക്കുന്നു. അപ്പൊ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്? -300 ന്യൂട്ടൺ ആണ്. അതായത് റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് മാഗ്നിറ്റ്യൂഡ് 300 ന്യൂട്ടൺ കിട്ടും. കാരണം എന്തുകൊണ്ടാ? 300 സ്ക്വയർ അല്ലേ, ഇവിടെ 0 സ്ക്വയർ പ്ലസ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാ വരുന്നത്? 0 സ്ക്വയർ പ്ലസ് 300 സ്ക്വയർ -300 സ്ക്വയർ ആണ്. മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് പോകും. ബാക്കി ആൻസർ എന്ത് വരും? നമുക്ക് 300 ന്യൂട്ടൺ റിസൾട്ടന്റ്. അപ്പോൾ റിസൾട്ടന്റ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഇത് എ ബി ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴും റിസൾട്ടന്റ് ലൊക്കേഷൻ അറിയില്ല. നമുക്ക് എന്ത് മാത്രമേ കിട്ടിയുള്ളൂ? ഈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ എഫക്റ്റ്, അതായത് 400 ന്യൂട്ടനും 100 ന്യൂട്ടൺ ഈ രണ്ട് ഫോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ എഫക്റ്റ് ഒരു സിംഗിൾ ഫോഴ്സ് ആയ R ക്രിയേറ്റ് ചെയ്യുന്നു. The magnitude of R is 300 ന്യൂട്ടൺ. നമ്മൾ താഴേക്ക് കൊടുത്താൽ മാത്രമേ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന അതേ എഫക്ട് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ ഇക്വിലിബ്രിയം ഫോഴ്സ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വന്നാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നത്. മുകളിലേക്ക് 300 ന്യൂട്ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയാണ്. ക്ലിയർ ആണ്? അപ്പൊ അത് ഈ കേസിൽ ഇല്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. നമുക്ക് ഈ കേസിൽ ഇക്വിലിബ്രിയത്തെ നമ്മൾ ഡീൽ ചെയ്യുന്നത് സിഗ്മ എഫ് എക്സ് 0 അതെങ്ങനെ ഒന്ന് സിഗ്മ എഫ് എക്സ് 0 എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് സിഗ്മ എഫ് എക്സ് മീൻസ് സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് സിഗ്മ എഫ് എക്സ്. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉണ്ടോ? ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സസ് പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടൊരു ഫോഴ്സ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടൊരു ഫോഴ്സ് വരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുക്കാന്? ഇതിന്റെ കോമ്പണൻസ് എടുത്താൽ, അതായത് വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് എടുത്തിട്ട്
അതിനകത്ത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു കേസേ വരുന്നില്ല. ഹൊറിസോണ്ടൽ കോമ്പണൻസ് ഒന്നുമില്ല. ഹൊറിസോണ്ടൽ ഫോഴ്സസ് എല്ലാം 0 ആണ്. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് ഗ്രാജുവലി നമുക്ക് ഈ സബ്ജക്റ്റായിട്ട് സിങ്ക് ആവാൻ പറ്റും. ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് ഒറ്റയടിക്ക് ഈ സബ്ജക്ട് സിങ്ക് ആവില്ല. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ആ സെക്ഷൻ ഡൗട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നും മനസ്സിലായില്ലെങ്കിലും ചോദിക്കുക. നമുക്ക് ആ ചോദിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എവിടെയാണ് സ്റ്റക്കായത്, ഏത് സെക്ഷനാണ് മനസ്സിലാവാത്തത്, ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിലൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 400 ന്യൂട്ടൺ ഉണ്ടായിരുന്നു, 100 ന്യൂട്ടൺ ഉണ്ടായിരുന്നു. ഇവര് രണ്ടിനോട് ചേർന്നുണ്ടാക്കുന്ന അതേ എഫക്ട് ഒരു സിംഗിൾ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 300 ന്യൂട്ടൺ. ഇനി നമ്മൾ 300 ന്യൂട്ടൺ ഇങ്ങനെ കൊടുത്താൽ മതി. ആർസിക്കോട്ട് 300 ന്യൂട്ടൺ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഒറ്റ ഇതായിട്ട് കൊടുത്താൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ, ഈ രണ്ട് ഫോഴ്സിന് പകരം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഒറ്റ ഇത് കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? വ്യക്തമാണോ? അവിടെ കൺസെപ്റ്റ് വ്യക്തമാണ്. നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? We found out the magnitude of the resultant force. We need to find out the location. ഡയറക്ഷൻ കണ്ടുപിടിച്ചു, താഴേക്കാണെന്നുള്ളത് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് താഴേക്ക് വന്നത്? കാരണം സിഗ്മ എഫ് വൈ ഈസ് ഡൗൺവേർഡ്സ് അല്ലേ? അവിടെ അല്ലെങ്കിൽ തന്നെ കൺസെപ്റ്റ് വൈസ് ഒന്ന് ചിന്തിച്ചു നോക്കുക. 400 ന്യൂട്ടൺ താഴേക്ക്, 100 ന്യൂട്ടൺ മുകളിലേക്ക്. ഈ ബോഡി നെറ്റ് റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും വരിക? താഴേക്ക് വരത്തുള്ളൂ. വൈ? ബിക്കോസ് 400 ന്യൂട്ടൺ താഴേക്കാണ് അത് പുള്ളി ചെയ്യുന്നത്. അപ്പൊ താഴേക്ക് എന്തായാലും വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ അനാലിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ന്യൂട്ടൺ മൈനസ് 400 ന്യൂട്ടൺ മൈനസ് 300 മൈനസ് എന്ന് വരും. കാരണം താഴേക്കുള്ളത് നെഗറ്റീവ് എടുക്കണം, മുകളിലേക്കുള്ളത് പോസിറ്റീവ് എടുക്കണം. അങ്ങനെ എടുക്കണം. നമുക്ക് മൈനസ് 300 ന്യൂട്ടൺ വരും. ദാറ്റ് ഈസ് എന്താ? മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? താഴേക്കാണ്. വെർട്ടിക്കൽ കേസിൽ മൈനസ് എന്ന് പറയുമ്പോൾ താഴേക്കാണ്. ഹൊറിസോണ്ടൽ കേസിൽ മൈനസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. അതായത് നെഗറ്റീവ്, ഇത് നെഗറ്റീവാണ്, നെഗറ്റീവ് എക്സ് പോസിറ്റീവാണ്. മുകളിലേക്ക് വെർട്ടിക്കലിന്റെ കേസിൽ മുകളിലേക്ക് പോസിറ്റീവ് വരുന്നത് ഇതാണ്. താഴേക്കാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വരും. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ അറിയാമെന്നായിരുന്നു. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ റിസൾട്ടന്റ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം എ. ഈ പോയിന്റിന് നമ്മൾ സി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു ടേക്ക് ഫോർ ദാറ്റ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് റിസൾട്ടന്റ്. എന്തെടുത്താൽ മതി? ടേക്കിംഗ് moment of forces about point C. C എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും? മൊമെന്റ് എടുത്താൽ പോലെ. മൊമെന്റ് എടുക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാ മൊമെന്റ് എടുക്കുന്നത്? മൊമെന്റ് എടുത്തേ, ടേക്ക് ദ പോയിന്റ് സി and taking the moment about the point C എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് ആണ് ഉള്ളത്? നമുക്ക് 400 ന്യൂട്ടനും 100 ന്യൂട്ടനും ഉള്ളത്. 100 ന്യൂട്ടൺ ആൻഡ് 400 ന്യൂട്ടൺ ആണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫോഴ്സസ്. അപ്പോൾ മൊമെന്റ്, ഈ ഫോഴ്സസ് സിയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? we know that moment is equal to moment. we know that moment about C is equal to force into moment is equal to force into perpendicular distance. എല്ലാവർക്കും അറിയാൻ. അപ്പൊ മൊമെന്റ് അബൌട്ട് സി എന്ന് പറയുന്നത് എന്ത് വരും? ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ആദ്യമേ ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ എന്ത് എടുക്കുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കുന്നു, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എടുക്കുന്നു. അപ്പോൾ മൊമെന്റ് അബൌട്ട് സി ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഏത് ഫോഴ്സ് എടുക്കാം? 100 ന്യൂട്ടൺ എടുക്കാം. 100 ന്യൂട്ടൺ ഇൻറ്റു 100 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? സി ബി. പിന്നീട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് ആണോ വിത്ത് റെസ്പെക്ട് ടു സി? ശ്രദ്ധിച്ച് കേൾക്കുക. വിത്ത് റെസ്പെക്ട് ടു സി 100 ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? തമ്പ് സിയിൽ ഫിക്സ് ചെയ്യുക, 4 ഫിംഗർ 100 ന്യൂട്ടന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. നിങ്ങളുടെ തമ്പ് സിയിൽ ഫിക്സ് ചെയ്യുക, 4 ഫിംഗർ 100 ന്യൂട്ടൺ ഡയറക്ഷൻ മൂവ് ചെയ്യുക. സി 100 ന്യൂട്ടൺ. ഈ തമ്പ് ഇവിടെ ഫിക്സ് ചെയ്യുക, നിങ്ങളുടെ സി പറഞ്ഞ പോയിന്റ് ഫിക്സ് ചെയ്യുക. ദെൻ 4 ഫിംഗർ ചുണ്ടുവിരൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഫിക്സ് ചെയ്തതിനു ശേഷം 100 ന്യൂട്ടൺ ഡയറക്ഷനിൽ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷൻ ആണെന്നുള്ള മനസ്സിലാക്കാം. ഏതാ? ഇറ്റ് ഈസ്
ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? ഈ ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുന്നത്, ഇങ്ങനല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലേ? അപ്പൊ എന്ത് പറ്റുന്നു, ഇത് നെഗറ്റീവ് വരണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഉണ്ടല്ലോ ഒരു ഫോഴ്സ്, അതുകൂടി കൺസിഡർ ചെയ്യണ്ടേ. അടുത്ത ഫോഴ്സ് ഏതാ? 400 ന്യൂട്ടൺ. 400 ന്യൂട്ടൺ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? 400 ന്യൂട്ടൺ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? താഴേക്കാണ്. എ എന്ന് പറയുന്ന പോയിന്റ് താഴേക്കാണ് 400 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ തമ്പ് സിയിൽ ഫിക്സ് ചെയ്യുക, 4 ഫിംഗർ 400 ന്യൂട്ടൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റുന്നു, ഇത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് റൊട്ടേഷൻ. സർക്കിളാണ് കേട്ടോ, ഞാനത് റഫായിട്ട് വരയ്ക്കുന്നതാണ്. ഇങ്ങനെയാണ് വരുന്നത്. ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു സി ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ അഗൈൻ ഇൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. Again in anti-clockwise direction, so that will also be minus into 400 into distance from C, AC. ഇത് this is equal to നമുക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് എത്ര വരും എന്നുള്ളത് കണ്ടുപിടിച്ച് വാല്യൂ, that is equal to minus of 100 into CB ക്ക് വരെ എന്ത് കൊടുക്കണം, 150 minus x minus of 400 into AC. AC എന്ന് പറയുമ്പോൾ എത്രയാണ്? x. ഡിസ്റ്റൻസ് AC എന്ന് പറയുമ്പോൾ x ആണ്. ഇതിൽ നമുക്ക് equating to 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ x ന്റെ വാല്യൂ കിട്ടും. x ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. എത്ര വരും? ഹലോ, 50 ആണ് സാറ്. 50 അല്ലേ? മൈനസ് വരും. എന്തുകൊണ്ട് മൈനസ് വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് ചെയ്യുന്നത്? കാരണം രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ആണ്. നിങ്ങൾ പോയിന്റ് സി വെച്ച് നിങ്ങൾ നോക്കി, ഈ ഫോഴ്സും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ഫോഴ്സും ഈ പോയിന്റ് സിയിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം ആക്ച്വലി കപ്പിള് മൊമെന്റ് 0 ആകുന്നുണ്ട്, നെറ്റ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് റിസൾട്ടന്റ് നമുക്ക് എന്ത് ചെയ്യുന്ന ആ പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാലും നെറ്റ് റിസൾട്ടന്റ് മൊമെന്റ് അബൌട്ട് ദാറ്റ് പോയിന്റ് സി. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി, 50 mm എന്നുള്ളത് നോട്ട് ചെയ്താൽ മതി. x is equal to 50 mm and the magnitude of resultant is 300 Newton and it is acting downwards. ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷന്റെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് വരുന്നത്. നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിച്ചു, അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചില്ലേ, എളുപ്പമല്ലേ ചെയ്യാൻ? ബുദ്ധിമുട്ടുണ്ടോ? പ്രോബ്ലം ചെയ്തു എല്ലാവരും? മനസ്സിലായോ? ഹലോ, രണ്ട് കേസുകളേ ഉള്ളൂ. നമ്മളൊന്ന് എന്ത് ചെയ്യുക, റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വി ആർ നോട്ട് ഫൈൻഡിങ് ഔട്ട് ദ ഇക്വിലിബ്രിയം ഫോഴ്സ്. ഇക്വിലിബ്രിയം കേസ് അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, റിസൾട്ടന്റ് നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ആ റിസൾട്ടന്റ് ലൊക്കേഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. റിസൾട്ടിന്റെ ലൊക്കേഷൻ നെഗറ്റീവ് ആകാൻ കാരണം ഇത് കൂടുതലും ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ടാണ്. രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ കാണിച്ചത്. ഞാനത് ഇതൊന്ന് മായ്ച്ചോട്ടോ, ഇത് മായ്ക്കട്ടോ, ഇത് മായ്ക്കട്ടെ. ഇത് പ്രാക്ടിക്കൽ കേസിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. ഇതിന്റെ ഹയർ ആണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ. നമ്മൾ AB എന്ന് പറയുന്ന റോഡ് രണ്ട് ഫോഴ്സിൽ ആക്ട് ചെയ്യുന്നത് 400 ന്യൂട്ടൺ, ഒന്ന് 100 ന്യൂട്ടൺ.
പോയിന്റ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. എവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു സി, എ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനാണ്? ഈ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? നമ്മൾ റോഡിനെ എടുത്ത് വെച്ചാൽ നിങ്ങൾ ആ പേന എടുക്കുക, നിങ്ങളുടെ പേനയുടെ രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേന എന്താ ചെയ്യാനുള്ള ടെൻഡൻസി? അത് ആ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലേ ഉള്ളൂ. നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? രണ്ടും നമ്മൾ എന്ത് ചെയ്തു? താഴേക്കായിരുന്നു വന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? അതിന് കപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മള് ഈ 400 ന്യൂട്ടനും താഴേക്ക് 100 ന്യൂട്ടനും താഴേക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഒരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യുമോ? അവിടെ ഒരു റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുമോ? റൊട്ടേഷൻ വളരെ ഇതുപോലെ ആകില്ല, ഇതിന് ഇത്രയും മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം അത് ഫോഴ്സിന് പറയുന്നത് ഇത് രണ്ടും ഈ മൊത്തത്തിൽ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം വിത്ത് റെസ്പെക്ട് നമ്മളിവിടെ തമ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 4 ഫിംഗർ ഫിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 400 ന്യൂട്ടൺ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൂവിങ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സിമിലർലി ഇവിടെ തമ്പ് ഫിക്സ് ചെയ്തിട്ട് 100 ന്യൂട്ടൺ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ മൂവിങ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. രണ്ട് ഫോഴ്സും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കാരണം നമുക്ക് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇക്വേറ്റ് ടു 0 നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്? ഇക്വേറ്റ് ടു 0 കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ആണ് നമുക്ക് നെഗറ്റീവ് കിട്ടിയത്. മനസ്സിലായിരുന്നു? ലൊക്കേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ ലൊക്കേഷൻ റിസൾട്ടിന് മാത്രം നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾ പറഞ്ഞ കണക്ക് വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമാണ് ഉള്ളത്, ഇതിൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉണ്ട്. ഇത് ശ്രദ്ധിച്ചു നോക്കുക. ഈ പ്രോബ്ലം എ ഹൊറിസോണ്ടൽ ലൈൻ PQRS, ഒരു റോഡിലുള്ള ലൈനാണെന്ന് വിചാരിക്കാം, ഇത് റോഡാണെന്ന് വിചാരിക്കാം. PQPS എന്ന് പറയുന്ന റോഡാണ്, അത് PQRS എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ട് ആ റോഡിനാണ്. PQ is equal to QR is equal to RS is equal to 4 meter, എല്ലാം 4 മീറ്റർ വെച്ചിട്ടാണ്. Forces of 1000 Newton, 1500 Newton, again 1000 Newton and 500 Newton are acting at PQRS respectively with downward direction. ഇതെല്ലാം താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. The lines of action of these forces makes angle of 90 degree, 60 degree, 45 degree and 30 degree respectively. ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫോഴ്സസ് ഇൻക്ലൈൻഡ് ആണ്. ഇത് വെർട്ടിക്കലി മാത്രമാണ് ഉള്ളത്. ഇതിനെന്തുണ്ട്? ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ട്. അപ്പൊ നെറ്റ് റിസൾട്ടിന് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഉണ്ടാവും, നെറ്റ് റിസൾട്ടിന് ഒരു വെർട്ടിക്കൽ ഫോഴ്സും ഉണ്ടാവും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. അപ്പൊ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ഡയറക്ഷൻ കണ്ടുപിടിക്കണം, പൊസിഷനും കണ്ടുപിടിക്കണം. നേരത്തെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ നേരത്തെ നമ്മൾ തന്നെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും പൊസിഷനും നമ്മൾ കണ്ടുപിടിച്ചാണ്. പക്ഷെ അവിടെ നമുക്ക് എന്തില്ലായിരുന്നു? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ലായിരുന്നു. We only had the vertical component. Here we are also having the horizontal component because few forces are acting inclined ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് റിസോൾവ് ചെയ്യുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവും. ഞാനിത് ഓരോ ഫോഴ്സസിനെ എടുത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. 1000 ന്യൂട്ടൺ വെർട്ടിക്കലി മാത്രം ആക്ട് ചെയ്യുന്നു, അതിനെ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. Now 1500 ന്യൂട്ടൺ, 1500 ന്യൂട്ടൺ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? It is acting at an angle 60 degree with the horizontal. So it has two components. ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പണന്റ്, റിസോൾവ് ചെയ്യുന്ന കാര്യം മാത്രമേ ഇപ്പോൾ പറയുന്നത് കേട്ടോ, നമ്മൾ മറ്റേ പ്രോബ്ലത്തിലേക്ക് പോയില്ല. 1500 cos 60 താഴേക്ക് സൈഡിലേക്ക് വരും, ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. 1500 sin 60 താഴേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്. 1000 ന്യൂട്ടൺ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, 1000 ന്യൂട്ടൺ താഴേക്ക് മാത്രമേ ഉള്ളൂ. അതൊരു ഇൻക്ലൈൻ ഫോഴ്സ് അല്ല, വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. This is an inclined force. 1500 is an inclined force. It is acting at an angle 60 degree with the horizontal. So ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? 1500 cos 60 horizontal വരും. So instead of 1500 Newton, we can represent 1500 cos 60. ഇത് നാളത്തെ സമയം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതൊന്ന് റിസോൾവ് ചെയ്ത് കാണിക്കാൻ, ഈ റിസോൾവ് ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നു. അപ്പൊ ഇത് 1500 ന്യൂട്ടൺ ഇങ്ങനെ വരും, രണ്ട് ഫോഴ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് ദിസ് ഈസ് വെർട്ടിക്കൽ. സിമിലർലി 1000 ന്യൂട്ടന്റെ രണ്ട് കോമ്പണന്റ് എഴുതുന്നുണ്ട്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ട്, വെർട്ടിക്കൽ കോമ്പണന്റ്. 500 ന്യൂട്ടന്റെ ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ട്, വെർട്ടിക്കൽ കോമ്പണന്റ്. ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്? റിസോൾവ് ചെയ്യുമ്പോൾ വരുന്ന ഫോഴ്സസ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? സം ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എടുക്കുക, സിഗ്മ എഫ് എക്സ് എടുക്കുക, സിഗ്മ എഫ് വൈ എടുക്കുക,
and find out the resultant R. R is equal to square root of sigma fx square plus sigma fy square. റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കിട്ടും. പിന്നീട് നമ്മൾ അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം ആൻഡ് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ലൊക്കേഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. എക്സ് ഡിസ്റ്റൻസ് അകലെ റിസൾട്ട് അത് നമുക്ക് വരച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ 1, Present, sir. റോൾ നമ്പർ 2 ഉണ്ടോ? 2 ആബ്സെന്റ്, 3 absent, 4 ഉണ്ടോ? 4 absent, 5 Present, sir. 6 Present, sir. 7 present, sir. 8 present, sir. 9 absent, 10 Present, sir. 10 present. 10 okay, 11 Present. 11 Present, sir. 12 Present, sir. 13 Present, sir. 14 absent, 15 ആരാണ്? ജിയോസ് ഷൈലു. 15 absent, 16 16%. 17 Present, sir. 18 absent, 19 Present, sir. 20 Present, sir. 21 22 absent, 23 absent, 24. Present, 22. 22 present, okay. 24 അല്ലേ ജിയോ ഷൈജു? 25 25. 26 ഉണ്ടോ? And ഓക്കെ. 27 present, sir. 28 29 ആരാണ്? Present. ഹലോ, 28 ഉണ്ടോ? ഉണ്ട്. ഓക്കെ. 29 Present, sir. 30 Present, sir. 31 Present, sir. 32 Present, sir. 33 Present, sir. 34 absent, 35 Present, sir. 36 Present, sir. 37 Present, sir. 38 Present, sir. 39 absent, 40 absent, 41 41. 42 42. 43 43. 44 Present, sir. 44. 45 Present, sir. 46 Present, sir. 47 absent, 48 ഉണ്ടോ? 48 absent, okay. So absent is 2, 3, 4, 9, 14, 15, 18, 21, 34, 39, 40, 47, 48. Okay. Abdul Basit 18. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക, ഈ പ്രോബ്ലം ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്ന് ചെയ്ത പ്രോബ്ലം ക്ലാസ് റൂമിൽ നിന്ന് അപ്ലോഡ് ചെയ്യണേ. ബൈ.